നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയെ പറ്റിയിട്ടുള്ള അവലോകനം കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംസാരിച്ചു. നിലവിൽ കാസർഗോഡ് ജില്ലയിൽ UDFന് 2ഉം LDFന് 3ഉമാണ് സീറ്റുകൾ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും അവിടെ കാണാനില്ല. എങ്കിൽ പോലും ചിലപ്പോൾ ചില സാധ്യതകളൊക്കെ തെളിയുന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം കോൺഗ്രസും ലീഗും അടക്കം അവർക്ക് ഇത്ര സീറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുകയാണ്. മുസ്ലിം ലീഗ് അവർ 20ൽ കൂടുതൽ സീറ്റുകൾ 20 മുതൽ 25 സീറ്റുകൾ വരെ നേടുമെന്നും വെറും 2 സീറ്റുകളിൽ മാത്രമാണ് തോൽക്കാൻ സാധ്യതയെന്നുമാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ 100 എന്നുള്ള നമ്പറിൽ തന്നെ നിൽക്കുകയാണ്. 100 എന്നുള്ള UDF നമ്പറിലേക്ക് എത്തുമെന്നാണ് അവർ പറയുന്നത്. LDFന്റെ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് അവകാശവാദങ്ങളില്ല എന്നുള്ളതാണ്. ഒരു നിശബ്ദമായ നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ആലപ്പുഴയിലടക്കം ചെറിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അവർ ഒരു യാഥാർത്ഥ്യത്തോടു കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിലും ഭരണം നിലനിർത്താൻ ആവശ്യമായ സീറ്റുകൾ നിലനിർത്താൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള ഇടതുപക്ഷ വിലയിരുത്തൽ. എങ്കിൽ പോലും മാധ്യമങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങളോ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവകാശ വിവാദങ്ങളോ UDF പറയുന്നത് പോലെ 100 എന്നുള്ള നമ്പർ, മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് പോലെ 25 സീറ്റ് ഞങ്ങൾ നേടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും LDFനെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയെ പറ്റിയാണ്. കണ്ണൂർ ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ 2 ടേമിലും LDFന്റെ മണ്ഡലങ്ങളായി മാറിയിട്ടുണ്ട് എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും പ്രതീക്ഷിക്കാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഓരോ മണ്ഡലം തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ UDFന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലങ്ങൾ ചിലപ്പോൾ UDFന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കാം. അതിനപ്പുറം വലിയ അട്ടിമറികളോ അല്ലെങ്കിൽ വലിയ സാധ്യതകളോ ഒന്നും കാണുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ആദ്യമായിട്ട് പയ്യന്നൂര് മണ്ഡലമാണ്. പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ എന്ന വിമതൻ UDF സ്ഥാനാർത്ഥിയായി, അതായത് CPMന്റെ ഭാരവാഹിത്വം ദീർഘകാലം പാർട്ടി മെമ്പറൊക്കെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്ത സ്ഥാനത്തുണ്ടായിരുന്ന അയാൾ ഇപ്പോൾ UDFന്റെ കൂടെയാണ്. UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന് അവിടെ വേറെ സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ LDFും അവിടെ LDFന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ വിമത ശബ്ദമാണ് അവിടെ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. പയ്യന്നൂർ കഴിഞ്ഞ കുറേ കാലങ്ങളായി LDF തന്നെ വിജയിച്ചു പോരുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്നുള്ളത് ഏകദേശം 49,000-ത്തിലധികം ഭൂരിപക്ഷം കഴിഞ്ഞ തവണ CPMന് നൽകിയ മണ്ഡലമാണ്. ഈ തവണ കുഞ്ഞികൃഷ്ണൻ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ളതാണ്. ഏതായാലും അട്ടിമറി സാധ്യതയൊന്നുമില്ല. ഭൂരിപക്ഷത്തിലുള്ള ഒരു വ്യതിയാനം സാധ്യമാകുമോ എന്നതാണ് നോക്കേണ്ട കാര്യം. CPMന് വേണ്ടി TI മധുസൂദനനാണ് മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് CPM തന്നെ നിലനിർത്തും. പക്ഷേ ഈ വിമതന്മാരുടെ പ്രവർത്തനം മൂലം ഏതെങ്കിലും ഭൂരിപക്ഷത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അവിടെ നോക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരിയെ പറ്റി പറയുമ്പോൾ വിജിൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആണ് CPMന്റെ. രാജീവൻ കപ്പച്ചേരി എന്നതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ CPMന്റെ ഭൂരിപക്ഷം 44,000 വോട്ടായിരുന്നു. ഈ തവണ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നുള്ളത് മാത്രമാണ് അവിടെ നോക്കാനുള്ളത്. കല്യാശ്ശേരിയിൽ മറ്റൊരു സാധ്യതയൊന്നുമില്ല. LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇവിടെ വിമത പ്രശ്നമോ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഇല്ല. പ്രത്യേകിച്ചും മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല. അത് LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത. എത്രയാണ് ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമാണ് അവിടെ നോക്കേണ്ട കാര്യം. കഴിഞ്ഞ തവണത്തെ 44,000 എന്നുള്ള നമ്പർ കൂടുമോ കുറയുമോ എന്നുള്ളതാണ് അവിടെ നോക്കാനുള്ള ഒരു കാര്യം. ഇപ്പോൾ പറഞ്ഞ 2 മണ്ഡലങ്ങളും പയ്യന്നൂരും അതുപോലെ തന്നെ കല്യാശ്ശേരി,
അവിടെ LDF തന്നെ നിലനിർത്താനാണ് സാധ്യത. ഇനി തളിപ്പറമ്പിൽ വിമതനായി TK ഗോവിന്ദൻ മത്സരിച്ച മണ്ഡലമാണ്. TK ഗോവിന്ദൻ CPM നിന്നും രാജിവെച്ച് സ്വതന്ത്രമായി മത്സരിക്കുകയും UDF പിന്തുണക്കുകയും ചെയ്ത മണ്ഡലമാണ്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതോട് കൂടിയിട്ടാണ് TK ഗോവിന്ദൻ വിമത പ്രവർത്തനവുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ TK ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായതോട് കൂടിയിട്ട് UDF അതിനെ പിന്തുണക്കുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ 22,000 ആയിരുന്നു LDFന്റെ ഭൂരിപക്ഷം എന്നുള്ളത്. 2016 40,000 ആയിരുന്നു ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ 20,000 വോട്ടിന്റെ കുറവ് ഉണ്ടാക്കാൻ പറ്റി. TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായതോട് കൂടിയിട്ട് CPMന്റെ വോട്ടുകൾ ചോർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. എങ്കിലും TK ഗോവിന്ദനെ മറുകണ്ഠം ചാടിയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതോട് കൂടിയിട്ട് കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ പൂർണ്ണമായിട്ട് കിട്ടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഏതായാലും തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിലും അട്ടിമറി സാധ്യതകൾ കാണുന്നില്ല. 20,000 കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 22,000 എന്നുള്ളത് അത് കുറയുമോ എന്നുള്ള ചെറിയ ആശങ്കയുണ്ട്. എങ്കിൽ പോലും CPM തന്നെ നിലനിർത്താനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. PK ശ്യാമളയും TK ഗോവിന്ദനും തമ്മിലുള്ള മത്സരത്തിൽ TK ശ്യാമള തന്നെ വിജയിക്കാനാണ് സാധ്യത. TK ഗോവിന്ദൻ ഇനി ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും CPMന്റെ കോട്ടകളാണ് ഈ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ രാഷ്ട്രീയ ഭാവി എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി ഇരിക്കൂർ മലയോര മേഖലയാണ്. സജീവ് ജോസഫാണ് കോൺഗ്രസിന് വേണ്ടി മത്സര രംഗത്തുള്ളത്. കേരള കോൺഗ്രസ് മാണിക്ക് ഈ സീറ്റ് CPM കൊടുക്കുകയായിരുന്നു. LDFൽ കേരള കോൺഗ്രസ് മാണിയാണ് മത്സരിക്കുന്നത്. മാത്യു കുന്നിപ്പള്ളിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ സജീവ് ജോസഫിന് കിട്ടിയത്. അപ്പോൾ ഒരു 6,000 വോട്ടോളം മറിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ഡലം മറിയാനുള്ള സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് മണ്ഡലമാണ്. അവരാണ് കുറെ വർഷങ്ങളായിട്ട് ജയിക്കുന്നത്. പക്ഷെ വലിയ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതും ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 5,000-6,000 വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന് ജയപരാജയങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. പക്ഷെ വലിയ സാധ്യതകൾ കേരള കോൺഗ്രസ് മാണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല, LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല. ഇരിക്കൂർ UDF തന്നെ നിലനിർത്താനാണ് സാധ്യത. മറ്റു അപകടങ്ങളൊന്നും നിലവിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി NDAയുടെ അവിടുത്തെ പെർഫോമൻസ് ഒരു 7,000-8,000 അടുത്ത് വോട്ടുണ്ട്. ആ വോട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പയ്യന്നൂരും കല്യാശ്ശേരിയും തളിപ്പറമ്പും LDFനോടൊപ്പം തന്നെ നിൽക്കുമ്പോൾ ഇരിക്കൂർ UDFനോടൊപ്പം നിൽക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത്. ഇനി അഴീക്കോടാണ്. അഴീക്കോട് നമുക്കറിയാം, KM ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് 2 തവണ വിജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ സീറ്റ് LDF തിരിച്ചു പിടിച്ചത് KV സുമേഷിലൂടെ. അപ്പോൾ ഈ തവണ മുസ്ലിം ലീഗ് തന്നെയാണ് അവിടെ UDFന് വേണ്ടി മത്സരിക്കുന്നത്. കരീം ചേലേരി എന്ന അവരുടെ ജില്ലാ നേതാവാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. സിറ്റിംഗ് MLA KV സുമേഷ് തന്നെയാണ് LDFന് വേണ്ടി ഇറങ്ങുന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 6,100 വോട്ടായിരുന്നു. CPMന് വേണ്ടി KV സുമേഷും AUMLന് വേണ്ടി KM ഷാജിയുമാണ് മത്സരിച്ചത്. അപ്പോൾ ആകെ മൊത്തം അതിന് മുമ്പ് 2 തവണയും KM ഷാജിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് ഒരു തവണ 2,200 വോട്ടും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ 493 വോട്ടും. ഇങ്ങനെയായിരുന്നു KM ഷാജിയുടെ ഭൂരിപക്ഷം. അപ്പോൾ ഇപ്പോൾ KV സുമേഷ് അവിടെ മണ്ഡലം തിരിച്ചു പിടിച്ചതോടൊപ്പം കൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വീണ്ടും UDFന് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിലവിലുള്ള അവസ്ഥയിൽ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടായാലാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. എങ്കിൽ പോലും കരീം ചേലേരി എന്ന KM ഷാജി ആണെങ്കിൽ നമ്മൾക്ക് ഒന്നും കൂടി അവിടുത്തെ ഫൈറ്റ് നടത്തുമെന്നുള്ള, മണ്ഡലം തിരിച്ചു പിടിക്കാൻ KM ഷാജി രംഗത്തിറങ്ങുമെന്നുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ KM ഷാജിയെ സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറ്റി കരീം ചേലേരി എന്ന അവരുടെ ജില്ലാ നേതാവിനെയാണ്. പക്ഷേ അവിടെ ഒരു തിരിച്ചുവരവ് UDFനെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മണ്ഡലം KV സുമേഷ് എന്നുള്ളത് അത്യാവശ്യം ജനപ്രതിനിധിയുള്ള നേതാവാണ് അവിടുത്തെ. പിന്നീട് BJP വോട്ടുകളോ മറ്റോ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ അത് LDF തന്നെ നിലനിർത്താനാണ് സാധ്യത. ഇനി കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന കോൺഗ്രസ് LDF സ്ഥാനാർത്ഥി മന്ത്രിയാണ് നിലവിലുള്ള. കോൺഗ്രസിന് വേണ്ടി TO മോഹനൻ എന്ന അവിടുത്തെ നേതാവാണ് മത്സരിക്കുന്നത്. BJP C രഘുനാഥ് മത്സരിക്കുന്നു. കഴിഞ്ഞ 2 തവണയും കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ജയിച്ചത്. 1745 വോട്ടിനാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്നുള്ളത്. അതിനു മുമ്പ് 2016 1196 വോട്ടായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഭൂരിപക്ഷം എന്നുള്ളത്. അപ്പോ കോൺഗ്രസ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ അടവുകളും പയറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇത്തവണ TO മോഹനിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2000-2000 അടുത്തുള്ള ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ സാധാരണയായിട്ട് കടന്നപ്പള്ളി രാമചന്ദ്രന് കിട്ടിയിട്ടുള്ളത്. SIR ഒക്കെ വന്നിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. എങ്കിൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും LDFന്റെ കയ്യിൽ നിന്നും സീറ്റ് പോകും. UDFന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് LDFന്റെ കയ്യിൽ നിന്ന് സീറ്റ് പോവുകയും UDF തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലാത്ത പക്ഷം LDF നിലനിർത്താനാണ് സാധ്യത. എങ്കിലും കൂടുതൽ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ കണ്ണൂർ സീറ്റ് LDFന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. ഇനി എവിടെ ഒരു SDPIക്ക് ഒരു 2500-3000-ഓളം വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ എന്താവുമെന്നാണ് നോക്കേണ്ടത്. SDPIക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നാൽ അത് ചിലപ്പോൾ LDFന് പോയിട്ടുണ്ടെങ്കിൽ LDFന് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകും. എങ്കിൽ പോലും ഒരു ഭരണവിരുദ്ധ മാറ്റം ഉണ്ടാകണമെന്നുള്ള ജനം തീരുമാനമെടുത്താൽ മറയുന്ന മണ്ഡലം തന്നെയാണ്. കേരളത്തിന്റെ പൊതു ട്രെൻഡിനനുസരിച്ച് അത് തന്നെയായിരിക്കും കണ്ണൂർ മണ്ഡലത്തിൽ നടക്കാൻ സാധ്യത. നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം. ഭൂരിപക്ഷമാണ് എണ്ണേണ്ടത്. കഴിഞ്ഞ തവണത്തെ പിണറായി വിജയന്റെ ഭൂരിപക്ഷം 50,000 വോട്ടായിരുന്നു. 2016 ഭൂരിപക്ഷം 36,900 ആയിരുന്നു ഭൂരിപക്ഷം എന്നുള്ളത്. അപ്പോ ഇത്തവണ അതിന്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. 2011 മറ്റുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടാകുമ്പോൾ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ 16-ലും 21-ലും 16-ൽ 36,000 ആയിട്ട് മാറുന്നു. 21-ലേക്ക് എത്തുമ്പോൾ 50,000-ലധികം വോട്ടുകളായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത്തവണ പിണറായി വിജയന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കുമെന്ന് എണ്ണേണ്ട മണ്ഡലമാണ്. മറ്റു ഒരു സാധ്യതകളും അവിടെ ഇല്ല. LDF നിലനിർത്തും പിണറായി വിജയന്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ്. BP അബ്ദുൾ റഷീദ് എന്ന ഒരു സ്ഥാനാർത്ഥിയാണ് INC കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു മത്സരാർത്ഥി വേണമല്ലോ പ്രതിപക്ഷത്തായിട്ട്. അങ്ങനെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. പിണറായി വിജയന്റെ ഭൂരിപക്ഷം എണ്ണാനുള്ള സമയമാണ് വരാൻ പോകുന്നത്. അത് എത്രയായിരിക്കുമെന്ന് 50,000-ൽ എത്ര കുറക്കാൻ പറ്റുന്നു അത് UDFനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. അത് എത്ര അത് കുറയുന്നു എന്നതാണ് UDFന്റെ അതിൽ വരുന്ന നേട്ടം എന്നുള്ളത്. അതിനേക്കാൾ മുകളിൽ പോവാതെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടി ധർമ്മടം മണ്ഡലത്തെ പറ്റി പറയേണ്ടതായിട്ടുണ്ട്. തലശ്ശേരി കരായി രാജൻ സ്ഥാനാർത്ഥിയായതോട് കൂടിയിട്ട് വലിയ ചർച്ചയായ മണ്ഡലമാണ് തലശ്ശേരി എന്നുള്ളത്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവിടെ LDFന്റെ ഭൂരിപക്ഷം 45,000 വോട്ടോളമായിരുന്നു LDFന്റെ ഭൂരിപക്ഷം എന്നുള്ളത്. KP സാജു ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJPക്കും SDPIക്കും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുണ്ട്. 2021-ൽ ഷംസീറിന്റെ ഭൂരിപക്ഷം 36,000 ആയിരുന്നു. 2016-ൽ ഷംസീറിന്റെ ഭൂരിപക്ഷം 34,000 ആയിരുന്നു. അതിൽ കരായി രാജനിലേക്ക് എത്തുമ്പോൾ എത്ര കൂടുമെന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ കുറഞ്ഞാൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും തലശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കരായി രാജൻ മത്സരിക്കുന്നു. തലശ്ശേരി ഫസൽ
കൊലക്കേസിലെ ഗൂഢാലോചന കേസിൽ 8ാം പ്രതിയായിട്ടുള്ള കരായി രാജൻ മത്സരിക്കുന്നു എന്നതാണ് സവിശേഷമായിട്ടുള്ള കാര്യം. ചിലപ്പോൾ വിജയിച്ചാൽ കരായി രാജനെ LDF മന്ത്രിസഭയിൽ എടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. എങ്കിൽ പോലും ഭൂരിപക്ഷം എത്രയാണെന്ന് എണ്ണേണ്ട മണ്ഡലമാണ്. ധർമ്മടത്തെ പോലെ തന്നെ തലശ്ശേരിയും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി കൂത്തുപറമ്പിലേക്ക് വന്നാൽ, കൂത്തുപറമ്പിൽ ജയന്തി രാജൻ എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, അവരുടെ ദേശീയ സെക്രട്ടറിയാണ്, അവർക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗാണ് UDF വേണ്ടി മത്സരിക്കുന്നത്. RJD ആണ് LDF വേണ്ടി മത്സരിക്കുന്നത്. PK പ്രവീണാണ് RJD സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുള്ളത്. രണ്ടുപേരും അത്ര വലിയ പേരുകേട്ട സ്ഥാനാർത്ഥികളല്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളത്. 2021 LDF ഭൂരിപക്ഷം 9541 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 2016 ഭൂരിപക്ഷം എന്നുള്ളത് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അന്ന് KK ശൈലജയാണ് മണ്ഡലത്തിൽ മത്സരിച്ചത് 2016. അപ്പോൾ 2021 RJDക്ക് ആ സീറ്റ് കൊടുക്കുകയും KP മോഹനൻ 70,000 വോട്ട് നേടുകയും 9,541 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുകയുമാണ് ചെയ്തത്. അപ്പോൾ 9,000 എബോവ് ഭൂരിപക്ഷമുള്ള മണ്ഡലം നിലവിൽ LDFനെ അട്ടിമറിച്ച് ലീഗിന് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കൂത്തുപറമ്പിലെ ഒരു സാഹചര്യം മുൻനിർത്തി അതിന് കഴിയാനുള്ള സാധ്യതകൾ വിരളമാണ്. ഒരു 6,000-7,000 വോട്ടുകൾ മറിഞ്ഞാൽ ചിലപ്പോൾ മണ്ഡലം മറിയാമെന്നാണ് കരുതുന്നത്. എങ്കിൽ പോലും അത് നിലവിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ മാത്രം UDF കയ്യിലേക്ക് പോകുന്ന സീറ്റായിരിക്കും. അല്ലാത്ത പക്ഷം അത് LDF തന്നെ നിലനിർത്താനാണ് സാധ്യത. മറ്റു സാധ്യതകൾ ഒന്നും കാണുന്നില്ല. ജയന്തി രാജൻ എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഒരു LDF സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച് അവിടെ ഒരു വിജയം കൊണ്ടുവരുമെന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ കരുതാൻ വയ്യ. നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. എങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ മണ്ഡലം UDFനൊപ്പം നിൽക്കും. അല്ലാത്ത പക്ഷം LDF തന്നെ നിലനിർത്താനാണ് നിലവിലുള്ള സാഹചര്യത്തിൽ സാധ്യതകൾ കാണുന്നത്. മട്ടന്നൂറിലേക്ക് വന്നാൽ VK സനോജാണ് LDF വേണ്ടി മത്സരിക്കുന്നത്. ചന്ദ്രൻ തില്ലങ്കേരി എന്നതാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. കഴിഞ്ഞ തവണ KK ശൈലജ മത്സരിച്ച മണ്ഡലമാണ്. അവരുടെ ഭൂരിപക്ഷം 60,000 വോട്ടായിരുന്നു. 2016 EP ജയരാജൻ മത്സരിച്ച മണ്ഡലമാണ്. അന്ന് അവരുടെ EP ജയരാജന്റെ ഭൂരിപക്ഷം 43,000 വോട്ടായിരുന്നു. ഭൂരിപക്ഷം മാത്രമാണ് എണ്ണാനുള്ളത്. എത്രയായിരിക്കും LDFന് കിട്ടുന്ന ഭൂരിപക്ഷം എന്നുള്ളതാണ് മട്ടന്നൂർ നോക്കാനുള്ളത്. കഴിഞ്ഞ തവണത്തെ 60,000-ൽ കുറക്കാൻ കഴിഞ്ഞാൽ അതാണ് UDFന്റെ നേട്ടം എന്നുള്ളത്. മറ്റൊന്നും മട്ടന്നൂർ മണ്ഡലത്തെ പറ്റി ചർച്ച ചെയ്യാനില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി പേരാവൂർ, ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്നത് പേരാവൂറാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ മന്ത്രിയും CPM നേതാവുമായ KK ശൈലജയുമാണ് പേരാവൂരിൽ മത്സരിക്കുന്നത്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം 3,100 വോട്ടിൻ്റെതായിരുന്നു. അപ്പോൾ മണ്ഡലം അട്ടിമറിയുമോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. 2016 പക്ഷേ ഭൂരിപക്ഷം 8,000 വോട്ടിൻ്റെതായിരുന്നു. 2011 സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം 3,400 വോട്ടിൻ്റെതായിരുന്നു. KK ശൈലജ എന്ന മുതിർന്ന CPM നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് യഥാർത്ഥത്തിൽ LDFന്റെ ശ്രമം. വളരെ ടൈറ്റായ മത്സരമാണ്. നല്ല മത്സരം നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സണ്ണി ജോസഫിനെ സുധാകരൻ ടീമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ടീമുകളോ, ഈ കോൺഗ്രസിലൊക്കെ പല ഗ്രൂപ്പുകൾ ഉള്ളതാണല്ലോ, അവരൊക്കെ ആരെങ്കിലും കാലുവാരുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. KPCC പ്രസിഡന്റിനെ ഒതുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, കണ്ണൂർ ലോബിയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തൊക്കെ സാധ്യതകളുണ്ട്. എങ്കിലും നല്ല മത്സരമായിരിക്കും. സണ്ണി ജോസഫ് നിലവിലുള്ള ഒരു അവസ്ഥയിൽ 10 വർഷം തുടർച്ചയായ LDF ഭരണം നടന്ന ഒരു സാഹചര്യത്തിൽ UDF നിലനിർത്താൻ എന്ന് തന്നെയാണ് സാധ്യത. പക്ഷേ KK ശൈലജ എന്ന ഏറ്റവും പ്രഗത്ഭയായ സ്ഥാനാർത്ഥി വരലോട് കൂടിയിട്ട് കടുത്ത മത്സരം നടക്കുകയും സണ്ണി ജോസഫിനെതിരെ പ്രാദേശികമായ എന്തെങ്കിലും വികാരമുണ്ടായാൽ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. അത് മറിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ പ്രവചനീയമായ
കാര്യങ്ങൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. പേരാവൂർ പരമ്പരാഗതമായി UDF-നെ പിന്തുണക്കുന്ന മണ്ഡലമാണ്. എങ്കിൽ പോലും നിലവിലുള്ള ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വളരെ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു മണ്ഡലം തന്നെയാണ്. സണ്ണി ജോസഫിനെ കാലുവാരിയാൽ ചിലപ്പോൾ അട്ടിമറി നടന്നേക്കാം. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളെ പറ്റിയും നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. അതിൽ പയ്യന്നൂര്, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ ഈ 6 മണ്ഡലത്തിൽ ഭൂരിപക്ഷം മാത്രമാണ് എണ്ണാനുള്ളത്. എത്രയായിരിക്കും ഭൂരിപക്ഷം എന്നുള്ളത്? അതിൽ 2 മണ്ഡലങ്ങൾ വിമത പ്രശ്നമുള്ള മണ്ഡലങ്ങളാണ്, പയ്യന്നൂരും തളിപ്പറമ്പും. എങ്കിൽ പോലും ഭൂരിപക്ഷം എണ്ണേണ്ട മണ്ഡലങ്ങളാണ്. അപ്പൊ 6 മണ്ഡലങ്ങൾ LDF ഉറപ്പിച്ചു കഴിഞ്ഞ മണ്ഡലങ്ങളാണ്. ഇനി മറ്റുള്ള മണ്ഡലങ്ങളിൽ ഇരിക്കൂർ UDF-ന്റെ സിറ്റിംഗ് സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്താനാണ് സാധ്യത. പേരാവൂർ ഗ്ലാമർ പോരാട്ടം നടന്ന മണ്ഡലമാണ്. KK ശൈലജയും സണ്ണി ജോസഫും. ചിലപ്പോൾ അട്ടിമറി നടന്ന് UDF-ന്റെ കയ്യിൽ നിന്നും LDF തിരിച്ചു പിടിച്ചേക്കാം. ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ അവിടെ അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. പിന്നീട് കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ അത് UDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ടായാൽ LDF-ന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാനാണ് സാധ്യത. ഇതേ പ്രശ്നം തന്നെയാണ് അഴീക്കോട് വലിയ ഒരു അട്ടിമറി സാധ്യത കാണുന്നില്ല. LDF നിലനിർത്താനാണ് സാധ്യത. പക്ഷേ കൂത്തുപറമ്പിലേക്ക് എത്തുമ്പോൾ മുസ്ലിം ലീഗ് മത്സരിച്ച മണ്ഡലമാണ്. കൂത്തുപറമ്പും അട്ടിമറി സാധ്യതകൾ കാണുന്നില്ല. കണ്ണൂർ ജില്ലയിൽ ഏതായാലും LDF-ന് മുൻതൂക്കം തന്നെയാണ്. 6 മണ്ഡലങ്ങൾ അവരുടെ സുരക്ഷിത മണ്ഡലങ്ങളാണ്. ഇനി ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നാൽ മാത്രമാണ് അതിൽ മാറ്റമുണ്ടാവുകയുള്ളൂ. എങ്കിലും ഭൂരിഭാഗം മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിൽ LDF-നെ തന്നെ പിന്തുണക്കാനാണ് സാധ്യത. ഈ 6 മണ്ഡലങ്ങൾ, അതായത് പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളോടൊപ്പം തന്നെ അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ ഇങ്ങനെ 8 മണ്ഡലങ്ങൾ അതേ നമ്പർ നിലനിർത്താനാണ് സാധ്യത കൂടുതൽ. ചിലപ്പോൾ അത് 9 ആയേക്കാം. അല്ലെങ്കിൽ കണ്ണൂർ, പേരാവൂർ, അതുപോലെ തന്നെ ഇരിക്കൂർ ഈ 3 മണ്ഡലങ്ങൾ UDF-ലേക്ക് പോകാനുള്ള സാധ്യതകളുമാണ് കാണുന്നത്. 8-3 അല്ലെങ്കിൽ 7-4 ഇതായിരിക്കും നമ്പർ ആവാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ LDF-ന് വ്യക്തമായ മേൽക്കോയ്മ, മേധാവിത്വമുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി